ഇന്നത്തെ പ്രചരണ പരിപാടികൾക്ക് സമാപനം കുറിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. അത് വളരെ സുവ്യക്തമായി എല്ലാവർക്കും അറിവുള്ളതാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. 2026 നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള ജനറൽ ഇലക്ഷന്റെ മുന്നോടിയാണിത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർക്കാകും കേരള ഭരണം 2026 കിട്ടുക എന്ന വ്യാഖ്യാനം ഇതിനകം തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞു. വലിയ രാഷ്ട്രീയ പ്രാധാന്യം അതിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് കൈവന്നിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ ഭരണ തുടർച്ച വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കൂ എന്നതിനെ തിരുത്തി അതിതാ സംഭവിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. തുടർച്ചയായി 2ാം തവണയും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. 2026 തെരഞ്ഞെടുപ്പിൽ 3ാം തവണയും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 9 വർഷക്കാലത്തിനിടയിൽ എന്ത് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുന്ന UDF-കാരുണ്ട്. അവരോട് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ മനസ്സില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ 9 വർഷത്തെ മാറ്റങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കാൻ അഭിമാനമേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ചുറ്റുവട്ടത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക. കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുൻപ് വരെ എന്തായിരുന്നു കേരളത്തിലെ അവസ്ഥ? എന്തായിരുന്നു നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യം? അതിനുശേഷമുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഏറ്റവും വലിയ മാറ്റം 5.5 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തമായി വീടുണ്ടായി എന്നുള്ളതാണ്. 9 കൊല്ലം മുമ്പ് വരെ 5.5 ലക്ഷം ആളുകൾക്ക് വീടില്ലായിരുന്നു കേരളത്തിൽ. സ്വന്തമായി അവർക്ക് 3-4 സെന്റ് സ്ഥലമുണ്ട്. വീട് വെക്കാൻ സാമ്പത്തികമായിട്ട് സ്ഥിതി അനുവദിക്കുന്നില്ല. 4 ലക്ഷം രൂപയാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ 1ാം പിണറായി സർക്കാർ നാട്ടിലെ സാധാരണക്കാർക്ക് നൽകിയത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം തുക ഭവനങ്ങളില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കാൻ ഒരു സർക്കാരും നൽകുന്നില്ല. 5.5 ലക്ഷം ആളുകൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകി വീടെന്ന് പറയുന്നവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി പിണറായി സർക്കാർ. 9 വർഷം കൊണ്ടുണ്ടായ നേട്ടം എന്ത് എന്ന ചോദ്യത്തിന്റെ 1ാമത്തെ ഉത്തരമാണിത്. 2ാമത്തെ ഉത്തരം നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് നോക്കണം എന്നുള്ളതാണ്. 9 വർഷം മുമ്പ് വരെ എന്തായിരുന്നു നമ്മളുടെ സർക്കാർ വിദ്യാലയങ്ങളുടെ സ്ഥിതി? നമ്മളുടെ എയ്ഡഡ് വിദ്യാലയങ്ങളുടെ സ്ഥിതി? ഇവിടെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ മുഴുവൻ തടിച്ചു കൊഴുക്കുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഭീമമായ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.
പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ, തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകൾ എല്ലാം അപ്രത്യക്ഷമായില്ലേ? കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്ക്. അവിടെയെല്ലാം പുതിയ കെട്ടിടങ്ങൾ വന്നിരിക്കുന്നു. അവിടെയെല്ലാം പുതിയ ലബോറട്ടറികൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയെല്ലാം നല്ല ലൈബ്രറികൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ മക്കൾക്ക് പഠിക്കാൻ മികച്ച സൗകര്യങ്ങൾ ഉണ്ടായി. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ഭീമമായ ഫീസ് കൊടുത്ത് അൺഎയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പറഞ്ഞ് അയക്കേണ്ടിയിരുന്ന കാലത്തിന് അറുതി വരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഇന്ന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളില്ലാത്ത ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടോ? എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടോ? നിങ്ങൾ ഏത് പൊതുവിദ്യാലയത്തിൽ പോയി നോക്കിയാലും അവിടെ 1ഉം 2ഉം ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ പ്രവർത്തിക്കുന്നു. പാവപ്പെട്ടവരുടെ മക്കൾക്ക് 1 രൂപ പോലും അധിക ഫീസ് കൊടുക്കാതെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളിൽ പഠിക്കാനുള്ള സാഹചര്യം സർക്കാർ വിദ്യാലയത്തിൽ ഒരുക്കിയ, എയ്ഡഡ് വിദ്യാലയത്തിൽ സംവിധാനിച്ച ഗവൺമെന്റിന്റെ പേരാണ് പിണറായി സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. സംശയമുണ്ടോ ആർക്കെങ്കിലും? 9 കൊല്ലത്തിനിടയിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിക്കുന്നവരോട് അവരുടെ കണ്ണൊന്ന് തുറന്നു വെച്ച് നോക്കുക. ചുറ്റുവട്ടത്തുള്ള ആശുപത്രികളിലേക്ക്, നമ്മളുടെ നാട്ടിലെ പ്രൈവറ്റ് ആശുപത്രികൾക്ക് സമാനമായി സർക്കാർ സംവിധാനങ്ങളെ ഉയർത്തിയില്ലേ? പഞ്ചായത്തുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ 8 കൊല്ലം മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നത് ഉച്ചവരെ ആയിരുന്നില്ലേ? 8:30 മുതൽ 1:30 വരെ ഡോക്ടർമാർക്ക് സർക്കാർ ആശുപത്രികളിൽ സേവനം ചെയ്യാനുള്ള സമയം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്വകാര്യ പ്രാക്ടീസിലേക്ക് അവർ പോകും. പിന്നെ അവരെ കാണണമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ വന്നാൽ കഴിയില്ല. സർക്കാർ ആശുപത്രികളെ, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഉച്ചയ്ക്ക് ശേഷവും രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളാക്കി, പരിശോധിക്കുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റിയത് ആരാണ്?